എപ്പോഴും ട്രെൻഡിനൊപ്പം ആദ്യം ചേരുന്നത് നമ്മുടെ സ്വന്തം മലയാളികൾ തന്നെയായിരിക്കും. നമുക്കറിയാം, ഇപ്പൊ ശീതളപാനീയങ്ങളിലാണെങ്കിലും അല്ല ഈ ഡെസേർട്സ്, സ്വീറ്റ്സ്, ഇതിലൊക്കെ ട്രെൻഡുകൾ വരാറുണ്ട്. ശരിക്കും ട്രെൻഡിനൊപ്പം മലയാളികൾ പോകുമ്പോൾ ഹെൽത്തിനെ പറ്റി അവർ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ശീതളപാനീയങ്ങളൊക്കെ വൺസ് ഇൻ എ വൈൽ കുഴപ്പമില്ല, ഒരു വീക്കിലി വൺ ടൈം. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആവുന്ന ടീനേജേഴ്സ് അവർ അൾസറൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒത്തിരി സ്കൂളിലെ പിള്ളേര് അവര് ഈ പറഞ്ഞ പോലെ ഒത്തിരി മസാലകൾ അടങ്ങിയതും അതുപോലെ ചാറ്റ്സ് കൂടുതൽ കഴിച്ച കുട്ടികളിലും അതുപോലെ തന്നെ എയറേറ്റഡ് ആയിട്ടുള്ള സോഡ അങ്ങനത്തെ ഉള്ളതിനകത്ത് പല പരീക്ഷണങ്ങൾ ഇതൊക്കെ വരുത്തി വെക്കുന്ന നമ്മളുടെ വയറിന്റെ ഉള്ളിലുള്ള മ്യൂക്കോസൽ ലെയർ എന്ന് പറയുന്ന ആ ലെയറാണ് ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ ഒത്തിരി മുറിവുകൾ സംഭവിക്കും, അത് വ്രണങ്ങളാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അൾസർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഒന്നും കഴിക്കാൻ പറ്റും. ട്രെൻഡിന്റെ പുറകെ പിന്നെ പോണ്ടി വരില്ല ശരിക്കും. അതേപോലെ തന്നെ ഷുഗറിന്റെ കാര്യം പറയുന്നത്, ഹൈ ഷുഗർ, ഇതിനകത്ത് ഏറ്റവും ഷുഗറിനെ ഫീഡ് ചെയ്യുന്നത് ആരാ? ഫംഗസും ബാക്ടീരിയസ്. അപ്പൊ ബാഡ് ബാക്ടീരിയയും ബാഡ് ഫംഗസും വരുമ്പോൾ ആദ്യം തന്നെ ഇവരുടെ ഉള്ളിലെ സ്കിന്നിന്റെ പ്രശ്നങ്ങളായിരിക്കും ടീനേജേഴ്സിൽ വരിക. കാരണം അവർക്ക് സ്റ്റൊമക് ആസിഡ് നല്ല വീര്യം ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്ന് കഴിഞ്ഞിട്ടേ വയറിനെ ബാധിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ ഹെയർ ഫോളും അതുപോലെ തന്നെ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളും, പണി കിട്ടി തുടങ്ങി.